Hi friends, welcome to Pre-Success Course. മലയാള ഭാഷയും സാഹിത്യവുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ നമുക്ക് വേണ്ടി PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ വ്യാകരണവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ വ്യാകരണമല്ലാത്ത വ്യാകരണ വിഭാഗത്തിൽ പെടാത്ത കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്തിറങ്ങിയ മിക്ക PSC പരീക്ഷകളിലും നമ്മൾ കാണുന്നത് വ്യാകരണത്തിന് പുറത്ത് നിൽക്കുന്ന മറ്റു മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻസും ചോദിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പഠനമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. മലയാള സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുരസ്കാരങ്ങൾ. അപ്പോൾ 2018 വിടവാങ്ങുന്ന സ്ഥിതിക്ക് 2018 നേടിയ മലയാള സാഹിത്യത്തിൽ നേടിയ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 2018 പുരസ്കാരങ്ങൾ, മലയാള ഭാഷയും സാഹിത്യവുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം. നമുക്കറിയാം മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. അത് ഈ വർഷം 2018 നേടിയത് M. മുകുന്ദനാണ്. M. മുകുന്ദൻ്റെ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. അതുപോലെ തന്നെ വള്ളത്തോൾ അവാർഡും 2018 വള്ളത്തോൾ അവാർഡും M. മുകുന്ദന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2018 എഴുത്തച്ഛൻ പുരസ്കാരവും വള്ളത്തോൾ പുരസ്കാരവും രണ്ടും കിട്ടിയിരിക്കുന്നത് M. മുകുന്ദന് തന്നെയാണ്. അടുത്തത് വയലാർ അവാർഡ്. വയലാർ അവാർഡ് ഇപ്രാവശ്യം 2018 കിട്ടിയത് KV മോഹൻകുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് ഓടക്കുഴൽ അവാർഡാണ്. ഇപ്രാവശ്യത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഐമനം ജോൺ എന്ന സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഐമനം ജോണിൻ്റെ കഥകൾ എന്ന കൃതിക്കാണ്, എന്ന പുസ്തകത്തിനാണ് ഈ പ്രാവശ്യത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് പത്മപ്രഭ പുരസ്കാരമാണ്. പത്മപ്രഭ പുരസ്കാരം 2018 ലഭിച്ചിരിക്കുന്നത് കൽപ്പറ്റ നാരായണൻ എന്ന സാഹിത്യകാരനാണ്. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഈ പ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് S. രമേശൻ നായർക്കാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു പൗർണമി എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. S. രമേശൻ നായരുടെ ഗുരു പൗർണമി എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് സാഹിത്യത്തിന് കൊടുക്കുന്ന അവാർഡ് ഈ പ്രാവശ്യം ഒരു മലയാളിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് സാഹിത്യത്തിന് കൊടുക്കുന്ന ഈ പ്രാവശ്യത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഒരു മലയാളിക്കാണ്. അദ്ദേഹത്തിൻ്റെ പേര് അനീസ് സലീം എന്നാണ്. അദ്ദേഹത്തിൻ്റെ ദി ബ്ലൈൻഡ് ലേഡീസ് ഡിസെൻഡൻസ് എന്ന കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം കേരള സാഹിത്യ അക്കാദമി പ്രഖ്യാപിച്ചിരിക്കുന്ന അവാർഡ് 2018 അല്ല, 2016 2016 അവാർഡ് 2018 പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ വർഷം ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. അങ്ങനെ ഒരു സംശയം വേണ്ട. 2016 പുരസ്കാരം 2018 പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അത് TD രാമകൃഷ്ണനാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന കൃതിക്കാണ്, എന്ന നോവലിനാണ് ഈ 2016 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. എഴുത്തച്ഛൻ പുരസ്കാരവും വള്ളത്തോൾ പുരസ്കാരവും രണ്ടും M. മുകുന്ദനാണ് ലഭിച്ചിരിക്കുന്നത്. വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് KV മോഹൻകുമാറിനാണ്. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഐമനം ജോണിനാണ്. പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൽപ്പറ്റ നാരായണനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് S. രമേശൻ നായർക്ക്. പിന്നെ 2016 കേരള സാഹിത്യ അക്കാദമി അവാർഡ് TD രാമകൃഷ്ണന്. അവരുടെ കൃതികൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പുരസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ പുരസ്കാരങ്ങളെല്ലാം ഓർത്ത് വയ്ക്കുക. പരീക്ഷയെല്ലാം എളുപ്പമാകട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.